അരിയൊന്നും അരക്കാതെ വെറും 10 മിനിറ്റിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യപ്പം എന്താ ഇങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം നന്നായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നല്ല ആരെടുത്ത് വീർത്തിട്ടുള്ള നെയ്യപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 150 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു 3 അച്ചും പിന്നെ അതിൻ്റെ ഒരു പകുതി പീസില്ല, ഒരു 1/4 ഭാഗമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഉരുക്കിയെടുക്കാൻ പാകത്തിലുള്ള വെള്ളം, കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നമ്മൾ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ വെള്ളം ആവശ്യമായിട്ട് വരും വീണ്ടും. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്യപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരിയുടെ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. പച്ചരി കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയാണിത്. അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് മൈദ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കാം. ശർക്കരപ്പാനി ഇപ്പോൾ ഒരു പാകത്ത് ചൂടിലാണ് കേട്ടോ. ഒരുപാട് നല്ല ചൂടിലും വേണ്ട, എന്നാൽ പറ്റ തണുത്ത ശർക്കരപ്പാനിയും വേണ്ട, ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് മതിയാവില്ല കേട്ടോ. ഇതിപ്പോൾ 1 ഗ്ലാസ്സല്ലേ ഉള്ളൂ. 1 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് നല്ല തിളച്ച വെള്ളം ആവണ്ട, എന്നാൽ പറ്റ തണുത്ത വെള്ളം ആവണ്ട. നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ചൂടിൽ തന്നെ ഇളം ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, കാരണം പെട്ടെന്ന് ലൂസായി പോവും. അപ്പോൾ ഒരു പാകത്തെ ലൂസിൽ നമുക്ക് ആ ഒരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു പാകത്തെ ലൂസ് അറിയാമല്ലോ, അപ്പോൾ അതുപോലെയാണ് വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജാറടിച്ച് വെച്ചിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു 1/2 മിനിറ്റ്, ഒരു മിനിറ്റൊക്കെ ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയും അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂടി ചേർത്ത് എടുത്തതായതുകൊണ്ടാണ് കേട്ടോ 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ സ്കിപ്പ് ആയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്നതിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിലർ എള്ളൊക്കെ ചേർത്ത് കൊടുക്കും. എള്ളൊക്കെ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകം മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. ജീരകവും ഏലക്കാപ്പൊടിയും മാത്രമേ നെയ്യപ്പത്തിൽ ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്കൊന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. മാവ് കുറച്ചൊരു തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്കൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യപ്പത്തിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നെയ്യപ്പം എന്നാണല്ലോ പേര്. അപ്പോൾ നെയ്യും കൂടി ഉണ്ടെങ്കിലുള്ളൂ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നെയ്യപ്പത്തിൽ നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നെയ്യപ്പത്തിന്. അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ. ഒരുപാട് തിക്കായിട്ടുമല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടുമല്ല. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കുഴിയുള്ള ചട്ടിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് വീർത്ത് പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു
അടിവശം കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരും കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഈ ഒരു കളറായിട്ട് വന്നാൽ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള നെയ്യപ്പം കിട്ടുന്നത് 12 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ ഇരട്ടി അളവിൽ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്